ബിജു രമേശിന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്നും അതിനാൽ അന്വേഷണം ആവശ്യമില്ലെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ ഈ നിലപാടിന് വിരുദ്ധമായി കേസ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് വിടാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് കോൺഗ്രസിലെയും യു.ഡി.എഫിലെയും പ്രധാന നേതാക്കൾ ആലോചിച്ച ശേഷമാണെന്നാണ് ലഭിക്കുന്ന വിവരം. കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിടയുള്ള നിയമപരമായ പ്രശ്നങ്ങളെ മറികടക്കാനാണ് ഈ തീരുമാനമെന്നാണ് വിലയിരുത്തൽ. ആരോപണം സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് ആരോപണം ഉന്നയിച്ച ബിജു രമേശ് പറഞ്ഞിരുന്നു. ബിജു രമേശോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. കോടതി ഇടപെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചാൽ സർക്കാരും മുന്നണിയും കൂടുതൽ പ്രതിസന്ധിയിലാകും. പ്രതിപക്ഷ എതിർപ്പ് ശക്തമാവാനും ഇടയുണ്ട്. ഇതിനെയെല്ലാം മറികടക്കാനാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം. പ്രാഥമിക അന്വേഷണമായതിനാൽ കേസ് രജിസ്റ്റർ ചെയ്യുകയോ പ്രതികളെ നിശ്ചയിക്കുകയോ ചെയ്യേണ്ടതില്ല. പ്രാഥമിക അന്വേഷണത്തിൽ തെളിവൊന്നും ലഭിച്ചില്ലെങ്കിൽ കേസ് തള്ളുകയും ചെയ്യാം. ആരോപണത്തിൽ നടപടി സ്വീകരിച്ചെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തെ അടക്കം പ്രതിരോധിക്കാം. ഈ സാധ്യതയാണ് വിജിലൻസ് അന്വേഷണ പ്രഖ്യാപനത്തിലൂടെ സർക്കാർ ഉപയോഗപ്പെടുത്തുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.